വിജയകരമായ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള 7 രഹസ്യങ്ങൾ. വിജയകരമായ ഒരു ദാമ്പത്യം കെട്ടിപ്പടുക്കുന്നതിന് 2 പങ്കാളികളിൽ നിന്നും പരിശ്രമവും ആശയവിനിമയവും പ്രതിബദ്ധതയും ആവശ്യമാണ്. സന്തോഷകരമായ ദാമ്പത്യത്തിന് സ്പെഷ്യൽ ഫോർമുലകൾ ഒന്നുമില്ല എങ്കിലും വിജയകരവും സംതൃപ്തവുമായ ദാമ്പത്യ ബന്ധത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന 7 നുറുങ്ങുകൾ ഇതാ. 1. ഫലപ്രദമായ ആശയവിനിമയം. തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയവുമാണ് ആരോഗ്യകരമായ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആശങ്കകളും നിങ്ങളുടെ പങ്കാളിയുമായി പതിവായി പങ്കിടുക. സജീവമായി കേൾക്കുന്നത് പരിശീലിക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ വീക്ഷണം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അനുമാനങ്ങൾ ഉണ്ടാകുകയോ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയോ ചെയ്യരുത്. 2. പരസ്പര ബഹുമാനം. നിങ്ങളുടെ പങ്കാളിയോട് ആദരവോടെയും ദയയോടെയും മര്യാദയോടെയും പെരുമാറുക. അവരുടെ പ്രയത്നങ്ങൾക്ക് മതിപ്പ് പ്രകടിപ്പിക്കുകയും അവരുടെ സംഭാവനകളെ അംഗീകരിക്കുകയും ചെയ്യുക. പരസ്പരം വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും ഇടം നൽകുകയും ചെയ്യുക. 3. ഒരുമിച്ചുള്ള സമയം ചെലവഴിക്കൽ. പതിവായി ഒരുമിച്ച് ക്വാളിറ്റി ടൈം ചെലവഴിക്കുക. പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. 4. വഴക്ക് പരിഹരിക്കൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ അനിവാര്യമാണ്, പക്ഷേ അവ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ പങ്കാളിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിനു പകരം നിലവിലുള്ള പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങൾ രണ്ടുപേർക്കും പ്രയോജനപ്പെടുന്ന പരിഹാരങ്ങൾ കണ്ടെത്താനും പഠിക്കുക. വിവാഹ കൗൺസിലിംഗ് പോലെ ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക. 5. ലക്ഷ്യങ്ങളും മൂല്യങ്ങളും പങ്കിടുക. ഹ്രസ്വകാലവും ദീർഘകാലവുമായ പൊതുവായ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുക. ഇതിൽ കരിയർ അഭിലാഷങ്ങൾ, സാമ്പത്തിക പദ്ധതികൾ, കുടുംബാസൂത്രണം എന്നിവ ഉൾപ്പെടാം. 6. വൈകാരിക പിന്തുണ. നല്ല സമയങ്ങളിൽ എന്ന പോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞതുമായ സമയങ്ങളിലും പരസ്പരം സഹകരിക്കുക. വൈകാരിക പിന്തുണയും പ്രോത്സാഹനവും നൽകുക. പരസ്പരം വിജയങ്ങൾ ആഘോഷിക്കുക. പരസ്പരം വിശ്വസിക്കുകയും സുരക്ഷിതത്വബോധം വളർത്തുകയും ചെയ്യുക. 7. തുടർച്ചയായ വളർച്ചയും പൊരുത്തപ്പെടലും. വ്യക്തികളും ബന്ധങ്ങളും കാലത്തിനനുസരിച്ച് മാറും എന്ന് തിരിച്ചറിയുക. മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുക. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാർഗനിർദ്ദേശം തേടാനും ഓർക്കുക.